ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായ ലീഡർഷിപ്പ് അതുപോലെ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ്. അതിൻ്റെ ടൈപ്സ് അതുപോലെ ക്വാളിറ്റീസ്, എയിംസ് ഓഫ് ലീഡർഷിപ്പ് എന്നിവയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷനായി പറയുകയാണെങ്കിൽ, ലീഡർഷിപ്പ് ഈസ് ഓഫ്റ്റൻ കൺസിഡേർഡ് ആസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടുവാർഡ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ എബിലിറ്റിയാണ്. ഇതൊരു സോഷ്യൽ ലൈഫിൻ്റെയും സോഷ്യൽ പ്രോഗ്രസ്സിൻ്റെയും ഇൻട്രഗ്രൽ പാർട്ടാണ്. ഒരു ലീഡർ ലീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഡയറക്ഷനിലൂടെ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു ലീഡർ എന്ന് പറയുന്നത് വൺ ഹു ലീഡർ ഓർ ഡയറക്റ്റ് ദ പീപ്പിൾ ടു റിയലൈസ് എ ഗോൾ. ലീഡർഷിപ്പിൻ്റെ 4 ഡെഫിനിഷനാണ് ഇവിടെ നൽകിയിട്ടത്. അതിലൊന്നെന്ന് പറയുന്നത് സെലനിയാണ്. അക്കോർഡിംഗ് ടു സെലനി, ലീഡർ ആസ് എ ഗ്രൂപ്പ് മെമ്പർ whom others follow because he has demonstrated mastery of the social relationship in the group and as a consequence become its center of living. അതായത് ഒരു ലീഡർ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ മെമ്പറുമാണ്. അതുപോലെ മറ്റുള്ളവർ അയാളെ ഫോളോ ചെയ്യുന്ന കാരണം ഒരു ഗ്രൂപ്പിലെ നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് നേടിയെടുക്കുകയും തൻ്റെ ജീവിതത്തിൽ കേന്ദ്രമായി മാറുകയും ചെയ്യുകയാണ്. അടുത്തത് ലിഫ്റ്റൺ ആണ് ഒരു ഡെഫിനിഷൻ നൽകിയിരുന്നത്. അക്കോർഡിംഗ് ടു ലിഫ്റ്റൺ, ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഗൈഡ്സ് എ ഗ്രൂപ്പ് ഇൻ എ വേ ടു മേക്ക് ഇറ്റ് മോർ കൊഹറൻറ്റ് ആൻഡ് കൊഹൻസീവ്. അതായത് ലീഡർഷിപ്പിലൂടെ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കുകയും അതുപോലെ ഒരു ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ യോജിപ്പുള്ളതും ഒരു ഒത്തൊരുമയുള്ളതും ആക്കുന്നു. അടുത്തതായിട്ട് APJ അബ്ദുൽ കലാമാണ് ഒരു സിമ്പിളായ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. ലീഡർഷിപ്പ് ഈസ് ആൻ എബിലിറ്റി ടു ഇൻസ്പയർ അതർ പീപ്പിൾ വിത്ത് എ ഡ്രീം. അതായത് ലീഡർഷിപ്പ് ഒരു ഡ്രീമിലൂടെ മറ്റുള്ളവരെ ഒരു ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്ഡിൽ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ലീഡർഷിപ്പ് എന്നത് ഒരു ഗോൾ സെറ്റിങ്ങിനും അതുപോലെ ഗോൾ അറ്റൈൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പായിട്ട് പറയുന്നത്. പിന്നെ ഈ 4 ഡെഫിനിഷന് ശേഷം പറയുന്നത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ്. ദട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസ് റെഫേഴ്സ് ടു ദ പർട്ടിക്കുലർ വേ ഇൻ വിച്ച് എ ലീഡർ ഗൈഡ്സ് എ ഗ്രൂപ്പ് ഓർ ടീം ടു റിയലൈസ് ഇറ്റ്സ് ഗോൾ. പിന്നെ ഇവിടെ 4 ലീഡർഷിപ്പ് സ്റ്റൈൽസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, തേർഡ് വൺ ലേസേ ഫെയർ ലീഡർഷിപ്പ്, ഫോർത്ത് വൺ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്. ഇതിൽ ആദ്യത്തെ 3 ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തത് ലൂയിൻ 1938 4ാമത്തെ ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1947 മാക്സ് വെബറാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെറിറ്റ്, ഡീമെറിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ 4 സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് വെർ കംപ്ലീറ്റ് പവർ ഈസ് സെൻട്രലൈസ്ഡ് ഇൻ ദ ലീഡർ. അതായത് എല്ലാ പവറും ലീഡറിൽ മാത്രം കേന്ദ്രീകരിച്ച് കൊണ്ടിട്ടുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരുടെ ഫീലിങ്സോ ഒപ്പീനിയൻസോ ഒന്നും കൺസിഡർ ചെയ്താതെ ലീഡറിൻ്റെ വാക്ക് മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ വളരെ അഗ്രസീവായിരിക്കും, വളരെ ഡോമിനൻ്റായ ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കൽ. പിന്നെ ലീഡർ തന്നെ മറ്റുള്ളവരോടൊന്നും സബോർഡിനേറ്റേഴ്സിനൊന്നും ചോദിക്കാതെ അവർ തന്നെ പോളിസീസ് ഡിറ്റർമിൻ ചെയ്ത് ഡ്യൂട്ടീസ് എല്ലാം നൽകുന്നു. ഇവിടെ ഒരു ഡിബേറ്റോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇതിലൊരു 1 പേഴ്സൺ മാത്രം ഒരു അതോറിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, പോൾ പോട്ട് എക്സെട്ര. ഇവരെല്ലാം ക്യാരക്ടർ, അവരുടെ എല്ലാം ഭരണവും എല്ലാം ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ
ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ആർ മോണോപോളൈസ് ഇൻ ഓൾ ഡിസിഷൻ മേക്കിംഗ്. അതായത് ലീഡേഴ്സിന് മാത്രം ഡിസിഷൻ എടുക്കാനുള്ള പവറായിരിക്കും. പിന്നീട് അതോറിറ്റേറിയൻസായി മാറുകയെന്ന് ഡ്യൂട്ടീസ് മറ്റുള്ളവർക്ക് നൽകുന്നു. അതാണ് സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലായിരിക്കും. അതായത് ലീഡേഴ്സ് മാത്രമാണ് ഇതിൽ ഡിസിഷൻസ് എടുക്കുന്നത്. പിന്നെ പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവേഴ്സ് അവരിൽ മാത്രമായിട്ട് നിലനിർത്തുന്നത്. അതായത് ലീഡർ ഡോമിനൻ്റ് ആയതുകൊണ്ട്. പിന്നെ പറയുന്നത് മറ്റുള്ളവരോട് കൂടിയാലോചിക്കുകയോ അവരുടെ ഒപ്പീനിയനോ ഒന്നും ചോദിക്കുന്നില്ല ലീഡർ. ലീഡറിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പായിരിക്കും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും. പിന്നെ പറയുന്നത് ഇൻ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഫോളോവേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഒബേ ഓർഡേഴ്സ് വിത്തൗട്ട് റിസീവിങ് എനി എക്സ്പ്ലനേഷൻസ്. അതായത് ഫോളോവേഴ്സ് ഒരു എക്സ്പ്ലനേഷനും നൽകാതെ ഓർഡർ അനുസരിക്കണമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണായി പറയുകയാണെങ്കിൽ ദർ ഈസ് എ സ്ട്രക്ചേർഡ് സെറ്റ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്. അതായത് റിവാർഡ്സും പണിഷ്മെൻറ്റും എല്ലാം ചേർന്നതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. പിന്നെ ഇതിന് കുറച്ച് മെറിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ് പറയുകയാണെങ്കിൽ ക്വിക്കായി ഡിസിഷൻ എടുക്കുന്നത്. കാരണം ലീഡർ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്, അപ്പോൾ ആരോടും തന്നെ ചോദിക്കുന്നില്ല, അതുകൊണ്ട് വേഗത്തിൽ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു മെറിറ്റാണ്. പിന്നെ പറയുന്നത് എന്തെങ്കിലും ഒരു എമർജൻസിയോ സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനോ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ പറയുന്നത് വർക്ക്സ് ചെയ്യുന്നത് ഒരു മിഷൻ മോഡാണെങ്കിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സായി പറയുന്നത്. ഡിമെറിറ്റ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ, ഇങ്ങനെയൊരു ലീഡർഷിപ്പിൽ ലീഡറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായിരുന്നു തന്നെ അതൊരു വൺ സൈഡ് ആയിരിക്കും. അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ക്രിയേറ്റീവായ കഴിവും അവരുടെ സ്കില്ലൊന്നും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ഗ്രൂപ്പ് ഹോസ്റ്റാലിറ്റി ആൻഡ് മോർ എമ്പതി ഇൻ ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പിൽ പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് വേറൊരു ഡിമെറിറ്റ് പറയുന്നത് ലീഡറിനെ മാത്രം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിൽ പറയുന്നത് ലീഡറിനെ മാത്രം ലീഡറിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ്. അവിടെ സബോർഡിനേറ്റിൻ്റെ അഭിപ്രായമോ ഒപ്പീനിയൻസോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ലീഡർ മാത്രമായിട്ട് അതോറിറ്റിയായിട്ട് ഡോമിനൻ്റായിട്ട് മാറുകയും ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ഇറ്റ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് വെർ പവർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻഡ് ഷെയർഡ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് പവർ ഗ്രൂപ്പ് മെമ്പറിന് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലീഡർഷിപ്പിൽ ലീഡേഴ്സ് വളരെ കോപ്പറേറ്റീവ് അതുപോലെ അക്കോമഡേറ്റീവ് ആയിരിക്കും. ഇതിൽ ലീഡേഴ്സ് അവരുടെ പവർ അനുസരിപ്പിക്കുകയല്ല, മറിച്ച് അവരെ പവർ ഷെയർ ചെയ്യുന്നു മറ്റുള്ളവർക്ക് കൂടി. പിന്നെ പറയുന്നത് ഡിസിഷൻ മേക്കിൽ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിന് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്നുകൂടി പറയുന്നു. അതായത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിനെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്നും പറയുന്നു. പിന്നെ ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ്, എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെനഡി, ഇവരുടെയെല്ലാം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പായിരുന്നു. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഫസ്റ്റ് വൺ, ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഡിറൈവ് പവേഴ്സ് ഫ്രം ദ ഗ്രൂപ്പ് ആൻഡ് ഷെയർ പവേഴ്സ് വിത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് പവർ നേടുകയും പിന്നെ അത് ഗ്രൂപ്പ് മെമ്പേഴ്സുകളുമായി പവർ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ, ഡിസിഷൻസ് എടുക്കുന്നതിന് മറ്റുള്ളവരോട് കൂടി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇതിൽ പവർ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. തേർഡ് വൺ, ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഡിസിഷൻ എടുക്കാൻ അവരെ എൻകറേജ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് ലീഡേഴ്സ് എല്ലാം ബൈലാറ്ററൽ ആയിരിക്കും, കാരണം ഡിസിഷൻ ഡെമോക്രാറ്റിക് ആയിരിക്കും. പിന്നെ പറയുന്നത് ഇതൊരു 2 വേ കമ്മ്യൂണിക്കേഷനാണ്, കാരണം ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ 1 വേ കമ്മ്യൂണിക്കേഷനായിരുന്നു, കാരണം അത് ലീഡേഴ്സ് മാത്രമാണ് അതിൽ ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സിനിടയിൽ കോപ്പറേഷൻ ഉണ്ടാവുകയും അതുപോലെ അവരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഈ ഒരു ലീഡർഷിപ്പിൽ സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് റെസ്പോൺസിബിലിറ്റി അവർ ഷെയർ ചെയ്യുന്നതിനെ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് ഇതൊരു ഫ്ലെക്സിബിൾ ആയിരിക്കും, കോപ്പറേറ്റീവ് ആണ്, അതുപോലെ സജസ്റ്റീവും ആയിരിക്കും. പിന്നെ എല്ലാത്തിനും പോലെ ഇതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്.
മെറിറ്റ്സിൽ പറയുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ മറ്റു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പിനെക്കാട്ടിയും ഇതൊരു ബെറ്ററായിട്ട് ചേഞ്ചെല്ലാം ഉൾക്കൊള്ളാൻ ഗ്രൂപ്പ് മെമ്പേഴ്സിന് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതൊരു കോംപ്ലക്സ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ ഇതായിരിക്കും ഒരു ബെറ്ററായിട്ടുള്ളത് ഒരു ലീഡർഷിപ്പ്. ലാസ്റ്റ് വണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് ലീഡറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഡിസിഷൻസ് എല്ലാം എടുക്കുമ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സായി പറയുന്നതാണെങ്കിൽ ഇതൊരു ഷോർട്ട് പീരീഡ് ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യണം. പക്ഷേ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിലാണെങ്കിൽ ക്വിക്കായ ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡിഫറെൻ്റ് ഐഡിയാസും പേഴ്സ്പെക്റ്റീവും എല്ലാം ഉള്ളത് കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഏത് ഒപ്പീനിയൻ നല്ലത് എന്നെല്ലാം നോക്കണമല്ലോ. പിന്നെ പറയുന്നത് ലെങ്തി ആൻഡ് ബോറിംഗ് ആയ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പിന്നെ ഇതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് മെമ്പേഴ്സിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഒപ്പീനിയൻസും എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിസിഷൻ എടുക്കുമ്പോൾ എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്യുന്നു. പിന്നെ പറയുന്നത് ലേസേ ഫെയർ ലീഡർഷിപ്പാണ്. ലേസേ ഫെയർ മീൻസ് ലീവ് അലോൺ ടു ആക്ട് ഫ്രീലി, അതായത് സ്വന്തമായി പ്രവർത്തിക്കാൻ വിടുക. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. ലീഡർ ഡു നോട്ട് ഇൻ്റർഫെയർ വിത്ത് ദ ഫ്രീഡം ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് പ്ലേ ഓൺലി പാസീവ് റോൾ. അതായത് ലീഡേഴ്സ് പാസീവ് റോൾ മാത്രമായിരിക്കും. ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഫ്രീഡം അവിടെ ഇല്ലാതാക്കുന്നില്ല. ഗ്രൂപ്പിൽ ഓരോ മെമ്പേഴ്സും വഹിക്കേണ്ട ഒരു പങ്കിനെ സംബന്ധിച്ച് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഫ്രീഡം നൽകുന്നു. ഇത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു, ബുദ്ധ, ആഡം സ്മിത്ത് ഇവരുടെ എല്ലാം ലീഡർഷിപ്പ് അല്ലെങ്കിൽ വ്യൂസ് എന്ന് പറയുന്നത് ലേസേ ഫെയർ ലീഡർഷിപ്പ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ലേസേ ഫെയർ ലീഡർഷിപ്പാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, ലീഡർ ഒരു മിനിമം ലീഡർഷിപ്പ് ഫങ്ഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സ് കൂടി ഇതിൽ ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആരും കൈയെടുത്തില്ല. കാരണം ഫ്രീ ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന്. പിന്നെ പറയുന്നത് ലീഡർ ഗ്രൂപ്പ് മെമ്പേഴ്സിനുമേൽ കുറച്ച് റെസ്ട്രിക്ഷൻ മാത്രമേ ഇമ്പോസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പറയുന്നത് ഈ ഒരു ലേസേ ഫെയർ ലീഡർഷിപ്പിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവരുടെ റോളുകൾ സ്വയം കണ്ടെത്തി അവരുടെ ഡ്യൂട്ടീസ് സ്വന്തം രീതിയിൽ ചെയ്യാൻ അത് അനുവദിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ലീഡേഴ്സിൽ നിന്നൊരു അധികാര കൈമാറ്റം നടക്കുന്നില്ല. ഇതിൽ പിന്നെ പറയുന്നത് ലീഡേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൂടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ കൂടുതൽ ഫ്രീ ആയിട്ട് സ്വയം മെത്തേഡ്സും പോളിസീസും എല്ലാം തീരുമാനിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് ലീഡേഴ്സിൻ്റെ എല്ലാം വർക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിന് മെറിറ്റ്സായി പറയുകയാണെങ്കിൽ ലേസേ ഫെയർ ലീഡർഷിപ്പിൽ സ്വന്തമായി ഡിസിഷൻസ് എടുക്കാൻ എബിലിറ്റി ഉള്ളവർക്ക് ലേസേ ഫെയർ ലീഡർഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹൈലി സ്കിൽഡ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയാൽ മാത്രമേ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു ലീഡർഷിപ്പിൽ ഗ്രൂപ്പിനെ കൂടി എംപവർ ചെയ്യുന്നു. പിന്നെ അടുത്തതായിട്ട് ഡീമെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ്, വെരി റെസ്പോൺസിബിൾ ആൻഡ് ഹൈലി സ്കിൽഡ് പീപ്പിളായാൽ മാത്രമേ ഈ ഒരു ലീഡർഷിപ്പ് ബെറ്റർ ആക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ഗ്രൂപ്പ് സാറ്റിസ്ഫാക്ഷൻ, ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഓഫ് വർക്ക്, പേഴ്സണൽ ഗ്രോത്ത് അവയെല്ലാം വളരെ ലോ ആയിരിക്കും. പിന്നെ പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് പലപ്പോഴും അവരുടെ ഡയറക്ഷൻസും ഫോക്കസും എല്ലാം ഇല്ലാതാവുന്നുണ്ട്. പിന്നെ ഈ ഒരു ലീഡർഷിപ്പ് ചുരുക്കി പറയുകയാണെങ്കിൽ ലേസേ ഫെയർ ലീഡർഷിപ്പ് ലീഡേഴ്സിന് മിനിമം ലീഡർഷിപ്പ് ഫങ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ലീഡേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സിന് മേലെ കുറച്ച് റെസ്ട്രിക്ഷൻ മാത്രമേ ഇമ്പോസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ലീഡേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസ് പഠിച്ചല്ലേ. ഇനി അവസാനമായിട്ടുള്ളത് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പാണ്. The bureaucratic leadership is one where the leader guides the group by following rules and procedures accurately and consistently. അതായത് റൂൾസും അതുപോലെ പ്രൊസീജിയേഴ്സും എല്ലാം പാലിച്ചുകൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് ഒരു ലീഡർ ഒരു ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്യുന്നതാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്.
സ്റ്റാൻഡേർഡായ നടപടിക്രമങ്ങളും ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ലീഡർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിൽ ലീഡേഴ്സ് പോളിസീസും പ്രൊസീജിയേഴ്സും ഫോക്കസ് ചെയ്തും അതുപോലെ ചില കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നു. ഷോർട്ട്ലി, ദിസ് ഈസ് ദ ലീഡർഷിപ്പ് ബൈ സ്ട്രിക്ട്ലി ഫോളോവിങ് ദ റിട്ടേൺ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. റിട്ടേൺ പ്രൊസീജിയേഴ്സും പോളിസീസും എല്ലാം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പാണിത്. പിന്നെ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ CEO ഓഫ് കോർപ്പറേറ്റ് IT കമ്പനീസ്, മാനേജേഴ്സ് ഓഫ് ബാങ്ക്, ഡയറക്ടേഴ്സ് ഓഫ് പോലീസ് ഫോഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെല്ലാം ഒരു റിട്ടേൺ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനെയും പോലെ ഇതിനും ചില ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. ഫസ്റ്റ് വൺ, ബ്യൂറോക്രാറ്റിക് ലീഡേഴ്സ് വർക്ക് ബൈ ദ ബുക്ക്. അതായത് റിട്ടേൺ പ്രൊസീജിയേഴ്സും പോളിസീസും എല്ലാം അനുസരിച്ച് കൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞത്. പിന്നെ പറയുന്നത് മെമ്പേഴ്സ് എല്ലാം സ്ട്രിക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ അനുസരിച്ചുള്ളതും ബിസിനസ് പോലുള്ള ഒരു ബിഹേവിയർ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ പറയുന്ന ഈ ഒരു ലീഡർഷിപ്പ് വെൽ ഡിഫൈൻഡായ ഡോമിനൻസ് ഹയർക്കി ഉണ്ട്. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സായി പറയുന്നത് അതോറിറ്റി ഈസ് ദ മേജർ ഫോം ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്. പിന്നെ പറയുന്നത് ലീഡേഴ്സ് റൂൾസ്, റെഗുലേഷൻസ് അതുപോലെ പോളിസീസ് എല്ലാം സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഇവിടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് പ്രതിഫലമായി ലഭിക്കുന്നത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. മെറിറ്റ്സായി പറയുകയാണെങ്കിൽ സീരിയസ് ആയ സേഫ്റ്റി റിസ്ക് അല്ലെങ്കിൽ വലിയ എമൗണ്ട് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് സ്യൂട്ടബിൾ ആയിരിക്കും. പിന്നെ പറയുന്നത് ലേസിനെസ് വർക്കിൽ പുവർ റിസൾട്ട് ഉണ്ടാകുമ്പോൾ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ റൂൾസ് നടപ്പിലാക്കുക എന്നത് ഒരു പ്രാക്ടിക്കലായ സൊല്യൂഷനാണ്. പിന്നെ ലാസ്റ്റ് വണ്ണായി പറയുന്നത് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിലൂടെ ഒരു റൂൾ ഓഫ് ലോ നടപ്പിലാക്കാൻ കഴിയും. ഇത് ബെനിഫിഷ്യറീസിൻ്റെ പരാതികളെല്ലാം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് കഴിഞ്ഞു. ഇനി ഡിമെറിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണായി പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റായ ഡിമെറിറ്റായിട്ട് പറയുന്നത് ഈ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റിവിറ്റി കുറയ്ക്കുകയോ അതുപോലെ ഗ്രൂപ്പിനെ സ്വയം സംതൃപ്തമാക്കുകയും ചെയ്യുന്നില്ല. പിന്നെ പറയുന്നത് ഇതൊരു സബോർഡിനേറ്റിൽ അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥരിൽ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് വണ്ണായി പറയുന്നത് ഇത് ലോങ് റണ്ണിൽ കാര്യക്ഷമയില്ലായ്മയും ഇൻറ്റേർണൽ റിസോഴ്സിൻ്റെ വേസ്റ്റ് ആകുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം ഇത് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സായി പറയുന്നത്. ഇനി ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ റൂൾസും അതുപോലെ പ്രൊസീജിയേഴ്സും എല്ലാം പാലിച്ചുകൊണ്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ലീഡർ ഒരു ഗ്രൂപ്പിനെ ഗൈഡ് ചെയ്യുന്നതിനാണ് ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. CEO ഓഫ് കോർപ്പറേറ്റ് IT കമ്പനീസ്, മാനേജേഴ്സ് ഓഫ് ബാങ്ക്, ഡയറക്ടേഴ്സ് ഓഫ് പോലീസ് ഫോഴ്സ്, അവയൊക്കെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു നല്ല ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നല്ല ക്ഷമ, അതുപോലെ പേഷ്യൻസ് ഇല്ലേ, അതുപോലെ എൻഡ്യൂറൻസ് അതായത് സഹനശേഷി, അതുപോലെ ഗ്രേറ്റ്നെസ് ഓഫ് മൈൻഡ്, വിശാല മനസ്കത, അതെല്ലാം ആവശ്യമാണ്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഫോളോവേഴ്സിൻ്റെ കോൺഫിഡൻസിനെ മുഴുവനായി നേടാൻ ആ ഒരു ലീഡറിന് ശ്രമിക്കണം. പിന്നെ തേർഡ് പറയുന്നത് ഹി ഷുഡ് ബി പോസസ് എ കമാൻഡിങ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഒരു ഫിസിക്കൽ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രം നടക്കില്ല, പക്ഷെ എന്നാലും ഒരു ഫിസിക്കൽ പേഴ്സണാലിറ്റി കൂടി വേണം. പിന്നെ പറയുന്നത് ഇൻ്റലക്ച്വൽ സുപ്പീരിയറിറ്റിയും ഇൻ്റലക്ച്വൽ ഹോണസ്റ്റിയും ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നത് സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതുപോലെ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കണം. ഹി ഹാസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടാക്ക് ആൻഡ് ആക്ഷൻ, തിയറി ആൻഡ് പ്രാക്ടീസ്. ഹി മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഇൻ ഹിസ് എബിലിറ്റി ടു വിൻ ത്രൂ. അതായത് വിജയിക്കാനുള്ള തൻ്റെ കഴിവിനെ വിശ്വാസമുണ്ടായിരിക്കണം ലീഡർക്ക്. അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ സത്യം പറയാൻ ഭയപ്പെടരുത്. ഗ്രൂപ്പ് മെമ്പേഴ്സിന് എപ്പോഴും അവരെ വാച്ച് ചെയ്യണം, അതുപോലെ തെറ്റുകളെല്ലാം കണ്ടെത്തുകയും ചെയ്യണം. പിന്നെ അതുപോലെ ഹി മസ്റ്റ് ഹാവ് കറേജ് ടു റെക്കഗ്നൈസ് ഹിസ് ഓൺ ഷോർട്ട് കമ്മിങ്സ്.
അതായത് സ്വന്തം കുറവുകൾ തിരിച്ചറിയാനുള്ള ധൈര്യം ലീഡറിന് ഉണ്ടായിരിക്കണം. പിന്നെ 9th പോയിൻ്റ് അതുപോലെ പബ്ലിക് ഒപ്പീനിയൻ കൺസിഡർ ചെയ്യുന്ന ഒരാളായിരിക്കണം ലീഡർ. ഹി ഷുഡ് റെപ്രസെൻറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റീസ് ഓൺ ഹിസ് കമ്മ്യൂണിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റും എബിലിറ്റീസും റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ഹി ഷുഡ് ഓൾസോ നോ വെൻ ടു മിക്സ് വിത്ത് ഹിസ് ഫോളോവേഴ്സ് ആൻഡ് വെൻ ടു കീപ്പ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദം. അതായത് ഫോളോവേഴ്സുമായി ഇടപഴകുമ്പോൾ എപ്പോൾ അകലം പാലിക്കണമെന്നും അയാൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തതായി പറയുന്നത് എയിംസ് ഓഫ് ലീഡർഷിപ്പ്, അതായത് ഒരു ലീഡർഷിപ്പിൻ്റെ എയിംസ് എന്തെല്ലാമാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഓരോ വ്യക്തികൾക്കും ഗ്രൂപ്പിനും ശരിയായ ഡയറക്ഷനും ഗൈഡൻസും എല്ലാം നൽകുക എന്നതാണ് ലീഡർഷിപ്പിൻ്റെ എയിം പ്രധാനമായത്. സെക്കൻഡ് വൺ പറയുന്നത് ഓർഗനൈസ്ഡ് കോപ്പറേറ്റീവ് എഫേർട്ടിലൂടെ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ്. പിന്നെ അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇഫക്റ്റീവായ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതുപോലെ ഫോളോവേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇനിഷ്യേറ്റീവ് ചെയ്യുക, പിന്നെ റെസ്പോൺസിബിലിറ്റി അതെല്ലാം വളർത്തുക. പിന്നെ പറയുന്നത് ഗ്രൂപ്പിൽ ഡിസിപ്ലിൻ നിലനിർത്തുക. കുറച്ചുകൂടി എയിംസ് കൊടുത്തിട്ടുണ്ട്. ടു ബ്രിങ് അബൌട്ട് ദ സോഷ്യൽ ചേഞ്ച് ആൻഡ് പ്രോഗ്രസ് ബൈ ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അതായത് സോഷ്യൽ ചേഞ്ചും പ്രോഗ്രസ്സും കൊണ്ടുവരാൻ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെയുള്ളൊരു എയിമായിട്ട് ലീഡർഷിപ്പിലൂടെ ന്യൂ സിറ്റുവേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും പ്രോബ്ലംസ് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനും ഗ്രൂപ്പിനെ സഹായിക്കണം. അതൊരു എയിമാണ്. പിന്നെ പറയുന്നത് ഡെമോക്രാറ്റിക് വാല്യൂസായ പാർട്ടിസിപ്പേഷൻ, മ്യൂച്വൽ റെസ്പെക്റ്റ്, കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയവയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതിനും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഇഫക്റ്റീവായ ഒരു ലീഡർഷിപ്പ് നൽകുന്നുണ്ട്. പിന്നൊരു എയിമാണ് എഫിഷ്യൻ്റ് യൂസ് ഓഫ് അവൈലബിൾ ഹ്യൂമൺ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ ടു ക്രിയേറ്റ് എ ക്ലിയർ വിഷൻ ആൻഡ് സെറ്റ് പ്രയോറിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഗ്രൂപ്പിൻ്റെ ഭാവി ഡെവലപ്മെൻറ്റ്സെല്ലാം ക്ലിയറായി അതിൻ്റെ പ്രയോറിറ്റീസും അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് ഹെൽത്തിയായ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഒരു ഗ്രൂപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതൊരു എയിമാണ് ലീഡർഷിപ്പിൻ്റെ. പിന്നെ നമുക്കൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒരു ലീഡർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു അതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. എയിം ഓഫ് ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത് കോപ്പറേഷനിലൂടെയും കോർഡിനേഷനിലൂടെയും ഗ്രൂപ്പിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ലീഡർഷിപ്പ്, അതിൽ 4 ഡെഫിനിഷനാണ് നൽകിയിട്ടുള്ളത്. പിന്നെയുള്ളത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് 4 ടൈപ്സായി ഉള്ളത്: ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലെയ്സെ ഫെയർ, ബ്യൂറോക്രാറ്റിക്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മെറിറ്റ്, ഡീമെറിറ്റ് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഒരു ഗുഡ് ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ ലീഡർഷിപ്പിൻ്റെ എയിംസ്, അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.